ഡെക്കിൽ നിന്ന് സൂട്ട് കേസ് എടുത്തോണ്ട് വാ. പറഞ്ഞു കേട്ടില്ലേ? എന്നെ പ്രതീക്ഷിച്ചില്ലല്ലേ? ആ, എവിടെയാണ് നിന്റെ ബെഡ്റൂം? എനിക്കൊന്ന് കുളിക്കണം. കുളിച്ചാൽ പോകുന്ന അഴുക്കല്ലല്ലോ നിങ്ങളുടെ ശരീരത്തിൽ, മനസ്സിലും. ജയന്തി, ഗെറ്റ് ഔട്ട്. ഹലോ രാജഗോപാൽ, വരൂ. ഞങ്ങൾ തമ്മിൽ ചെറിയൊരു സൗന്ദര്യ പിണക്കം. അന്ന് പോയതിൽ പിന്നെ ഞാനിതുവരെ ഒന്ന് അന്വേഷിച്ചില്ലല്ലോ, അതിന്റെ പരിഭവമാണ്. അല്ല, വീരയനോ? പഴയ താപ്പന്മാരെല്ലാം ഉണ്ടല്ലോ. സംശയിക്കണ്ട, ഇത് വില കൊടുത്ത് വാങ്ങിച്ചതാണ്, മോഷ്ടിച്ചതല്ല. ആ മിസ്റ്റർ രാജഗോപാൽ, നിങ്ങൾ എപ്പോഴും പഴയ തസ്തികയിൽ തന്നെയല്ലേ? അതെ. എന്റെ ഭാര്യ മാനേജിംഗ് ഡയറക്ടറാണ്. ഐ സി, കൺഗ്രാജുലേഷൻസ്. എവിടെ വെക്കണം? നിന്റെ യജമാനത്തിന്റെ മുറി കൊണ്ടുപോയി എല്ലടാ. ആ മിസ്റ്റർ രാജഗോപാൽ, നിങ്ങൾ MDA എന്റെ ഭാര്യയെ കാണാൻ വന്നതല്ലേ? അധികം താമസിക്കരുത്. ഞങ്ങൾ ഭാര്യ ഭർത്തക്കന്മാർ വളരെ കാലത്തിന് ശേഷം കാണുകയാണ്. പലതും സംസാരിക്കാനുണ്ട്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഗോപി ഒരിക്കലും തിരിച്ചു വരില്ലെന്നാണ് ഞാൻ കരുതിയത്. അയാളിവിടെ താമസിച്ചാൽ കുഴപ്പമാവും. അയാൾ ഇവിടെ താമസിക്കില്ല. പിന്നെ ഇറക്കി വിടാനോ? നിങ്ങൾക്കെന്ത് കഴിയുമോ? ഇല്ലെങ്കിൽ ആ കാര്യം എന്നെ ഏൽപ്പിക്കും. വേണ്ട, നിങ്ങൾ പോയിക്കോളൂ. എടാ, ബ്രാൻഡിയോ വിസ്കിയോ ഉണ്ടെങ്കിൽ എടുത്തോണ്ട് വാ. ആ, നീ വന്നോ? രാജഗോപാൽ ബുദ്ധിയുള്ളവനാ. എന്താണ് നോക്കിയിരിക്കുന്നത്? പറയല്ലേ? ഓ, ജയന്തി, നിന്നെ തൊടാനും തലോടുവാനുമാണ് ഞാൻ വന്നത്. അതിനുള്ള അധികാരം എനിക്കില്ലേ? ഈ മുറിക്കകത്ത് കാലെടുത്ത് വെക്കാൻ പോലും നിങ്ങൾക്ക് അധികാരമില്ല. മര്യാദയ്ക്ക് ഇറങ്ങി പോകുന്നതാണ് നല്ലത്. നീ എന്നെ ഭീഷണിപ്പെടുത്തുകയാണ്? അതോ നിന്റെ ഇന്നത്തെ പദവിയോടൊപ്പം ഇവിടെ കഴിയാനുള്ള യോഗ്യത എനിക്കില്ലെന്നാണ്? നിങ്ങളുടെ യോഗ്യതനെ ഓർമ്മപ്പെടുത്തരുത്. നീ ഓർക്കണം, എന്റെ സഹായമില്ലായിരുന്നെങ്കിൽ നിനക്ക് ഈ ഐശ്വര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുമായിരുന്നു. ഐശ്വര്യം? ഒരു ഭാര്യയുടെ ഐശ്വര്യം അവളുടെ ഭർത്താവാണ്. ആ ഭർത്താവാണ് ഞാൻ, നിന്റെ കഴുത്തിൽ താലി കെട്ടിയ പുരുഷൻ. അദ്ദേഹം എന്നെ മരിച്ചു. എന്നിട്ട് ഞാൻ ഈ താലി അഴിച്ചു മാറ്റാത്തത് എന്തുകൊണ്ടാണെന്നോ? എന്റെ ഭർത്താവ് എന്നോട് ചെയ്തിട്ടുള്ള വൃത്തികേടുകൾ ഓർക്കാൻ, ആ മനുഷ്യനോടുള്ള പകയോടെ ജീവിക്കാൻ, അയാളെ ഒരു പുഴുത്ത പട്ടിയെ പോലെ വെറുക്കാൻ. എടീ, എന്താ നീ പറഞ്ഞത്? പുഴുത്ത പട്ടിയെന്നോ? ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല. എന്നെ എതിർത്താൽ കൊന്നുകളയും ഞാൻ. വെക്കിവിടെ. എടാ, എന്നാൽ എന്തുണ്ട്? ഇറച്ചിയോ മീനോ? ഇവിടെ ഒന്നും ഇരിപ്പില്ല. പോയി വാങ്ങിച്ചോട്ട് വാ, പെട്ടെന്ന് വേണം. ഞാൻ കുളിച്ചു വരുമ്പോഴേക്കും.
എന്നെ പേടിപ്പിക്കാനാണോ നീ തോക്കെടുത്തത്? അതിന്റെ കാഞ്ചി വലിക്കാൻ നിനക്കറിയാമോ? ഇങ്ങ് തരൂ, ഞാൻ കാണിച്ചു തരാം. അടുത്ത് വരരുത്. എവിടെ പോകാൻ? എന്റെ ഭാര്യ ഇവിടെ തനിച്ചിരിക്കുമ്പോൾ ഞാൻ എന്തിന് തെരുവേശികൾ അന്വേഷിച്ചു പോണം? വരൂ. നിൽക്കൂ. ഇനി ഒരടി മുന്നോട്ട് വെച്ചാൽ ആ തോക്കിങ് തരൂ. ഭയപ്പെടണ്ട, ഈ വീട്ടിൽ മറ്റാരും ഇതറിയില്ല. വിനയൻ, നിങ്ങൾക്കൊരു പാപചിന്തയും വേണ്ട. ഇവൻ ഇങ്ങനെ തന്നെ ചാകണം. ഒരു നല്ല ശവദാഹം പോലും ഇവൻ അർഹിക്കുന്നില്ല. വിനയൻ, മണ്ണോ തീയോ വെള്ളമോ ഏതായാലും ഇരുട്ടത്തെ അടക്കം ചെയ്യാനൊക്കും. ആ ശവം അവരെന്ത് ചെയ്തുവെന്ന് എനിക്കറിയില്ല. ആ സംഭവം അവരിന്നും രഹസ്യമായി സൂക്ഷിക്കുന്നു. എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് എല്ലാം മറക്കാൻ ഞാൻ മദ്യത്തിൽ അഭയം തേടി. നിയമത്തിന്റെ മുമ്പിൽ ഞാൻ കുറ്റവാളിയാണ്. അതിന്റെ ശിക്ഷ എത്ര വലുതായാലും ഞാൻ അനുഭവിക്കേണ്ടവളാണ്. എങ്കിലേ എനിക്ക് മനസമാധാനം കിട്ടുള്ളൂ. ഇതുവരെ ശാന്തിയുടെ രക്ഷയെ ഓർത്ത് മാത്രം രാജഗോപാലിന്റെയും വീരന്റെയും ഭീഷണിക്ക് ഞാൻ വഴങ്ങി. ഇനി അതിന്റെ ആവശ്യമില്ല. രാമണി, ശാന്തിയുടെ രോഗം മാറ്റിയെടുത്തത് നീയാണ്. എനിക്കറിയാം, നിന്നെ കൂടാതെ അവൾക്ക് ജീവിക്കാൻ കഴിയില്ല. ഞാനതിന് ഒരിക്കലും തടസ്സമാവില്ല രാമണി. ശ്രീദേവി കുഞ്ഞമ്മയെ കൊല ചെയ്തത് നീയല്ലെന്ന് ഞാൻ അവളെ ബോധ്യപ്പെടുത്തും. അതിന്റെ തെളിവുകൾ എന്റെ കയ്യിലുണ്ട്. തെളിവുകൾ? അതെ, ശ്രീദേവി കുഞ്ഞമ്മയെ കൊല ചെയ്തത് അവളുടെ ഭർത്താവാണ്. അയാൾ പോലീസിൽ കീഴടങ്ങി കുറ്റം സമ്മതിച്ചു. ആ വാർത്ത പത്രത്തിലുണ്ടായിരുന്നു. ഞാനത് ഒളിച്ചു വെച്ചു. നീ എന്നെ വിട്ടു പോകുമോ എന്നുള്ള ഭയം കൊണ്ട് ഞാനങ്ങനെ ചെയ്തു പോയി. എല്ലാം തുറന്നു പറയാനാണ് എസ്റ്റേറ്റിലേക്ക് പുറപ്പെട്ടത്.